നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് വിഷയം ആഗ്രഹങ്ങൾ. എന്താണ് ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും ഇത് നേടണം, അത് നേടണം, ഇന്നത് കഴിക്കാൻ ആഗ്രഹം, ഇന്നത് അനുഭവിക്കാൻ ആഗ്രഹം, അങ്ങനെ പല കാര്യങ്ങളും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഉള്ള ഒരു ഇൻറ്റൻഷനാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളാണ് ശരിക്കും നമ്മുടെ എന്താ പറയുക സകല പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് എന്താ പറയുക ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെ കുറക്കാം? ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങളില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ചത്ത ശവത്തിന് തുല്യമാണ്, അല്ലേ? കാരണം ഒരു ദിവസം എണീക്കുമ്പോൾ ഒരാഗ്രഹമില്ല എങ്കിൽ നമുക്ക് എണീക്കാനേ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലേ? അന്ന് എണീക്കുമ്പോൾ ഇന്നത് ചെയ്യാം എന്നൊരു ഇതാണ് ആഗ്രഹം. അപ്പോൾ ആഗ്രഹങ്ങളാണ് സകല നാശത്തിനും കാരണം ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം വരും, അല്ലേ? ആഗ്രഹങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും വേണം, അത് ഉറപ്പാണ്. ആഗ്രഹങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനേ ഉള്ള ഇത് ഉണ്ടാവില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ നമുക്ക് വേണം, പക്ഷേ അമിതമാവരുത്. അതെന്തും അമിതമാവരുത് എന്നാണ് ശാസ്ത്രം. അധികം ആയിക്കഴിഞ്ഞാൽ അമൃതവും വിഷമാണ്. അതുപോലെ അധികം ആഗ്രഹം ആയിക്കഴിഞ്ഞാൽ അത് കിട്ടാതെ നമുക്ക് വരുമ്പോൾ ഒരുപാട് ദുഃഖം വരും. അതുകൊണ്ട് അതിൻ്റെ കൺട്രോൾ വരുത്തുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. എങ്ങനെ കൺട്രോൾ വരുത്താം? നമ്മുടെ മനസ്സിനെ അടക്കി പിടിച്ച് നിർത്തണം. മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിങ്ങനെ അത് വേണം ഇത് വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അത് കൊതി വരും. അപ്പോൾ അതിൻ്റെ മേലെ കൺട്രോൾ വരുത്തണം. അത് നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് ഒരാഗ്രഹം നേടിക്കഴിഞ്ഞാൽ തൽക്കാലം ഇത് മതി, ഇത് വേണ്ടാന്ന് മനസ്സിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കണം. മനസ്സിന് കടിഞ്ഞാണിടുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് വീണ്ടും ആഗ്രഹം കൂടുകയോ ചെയ്യുള്ളൂ. അതിനെ സമവായത്തോടു കൂടി സമാധാനത്തോടു കൂടി നിയന്ത്രിക്കണം. അത് നമ്മൾ തന്നെ വിചാരിച്ചേ മതിയുള്ളൂ. ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദിവസം അതിശക്തമായിട്ട് വരും. ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് അടക്കി പിടിച്ച് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സൗഹൃദത്തിൽ അത് ഭയങ്കര ഇതായിട്ട് വന്ന് അത് പല ആപത്തുകളിലേക്കും നമ്മൾ നയിക്കും. അപ്പോൾ അതിന് പകരം ആഗ്രഹങ്ങൾ സാധിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്താണോ കാണാൻ ആഗ്രഹം സാധിക്കുക. പക്ഷേ ഒരു സാധിക്കലോടുകൂടി അതങ്ങ് നിർത്തണം. പലപ്പോഴും അതെങ്ങനെയാണ് നമുക്ക് സംഭവിക്കാതെ വരിക, നിർത്തില്ല, പിന്നെയും പല ആഗ്രഹങ്ങളും പിന്നെയും വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അതിനൊരു കൺട്രോൾ വരുന്നത് നമ്മൾ വിചാരിക്കണം. ഒരാളുടെ ഉപദേശവും ആര് പറയുന്നത് കേട്ടിരുന്ന കാര്യമില്ല. ഈ ഉപദേശിക്കുന്നവരൊന്നും യഥാർത്ഥത്തിൽ ഫോളോയും ചെയ്യുന്നില്ല. പല ആധ്യാത്മിക പ്രസംഗിക്കുന്നവർ പറയും, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ഒന്നും ഫോളോ ചെയ്യേണ്ട, നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ഇനി അത് മതി, ഇനി അടുത്ത ആഗ്രഹം അതും മതി, അങ്ങനെ എല്ലാ ആഗ്രഹവും തീർത്തു കഴിഞ്ഞാൽ ഒരു ദിവസം വരും നമ്മൾ ഫുൾ സാറ്റിസ്ഫൈ ആണ്. അപ്പോഴാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആധ്യാത്മികതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുക. അപ്പോഴാണ് മനസ്സ് ശാന്തമാവുക. എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കളിക്കുമ്പോൾ കൺട്രോൾ എത്ര പറ്റിയിട്ടില്ലെങ്കിൽ ആ ആഗ്രഹം തീർത്തതിന് ശേഷം നമ്മൾ മനസ്സ് ശാന്തമാവും. പക്ഷേ ആഗ്രഹം തീർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ അത് നമ്മൾക്ക് ദോഷമായിട്ട് വരും. അത് മനസ്സിനെ പ്രയാസമാക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പോൾ ആഗ്രഹങ്ങൾ പലതരത്തിലുണ്ട്. മറ്റൊരിപ്പോൾ എനിക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയുടെ പോക്കറ്റിൽ നിന്ന് പൈസയും മോഷ്ടിച്ച് വന്ന് ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമായി. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ, എല്ലാ ആഗ്രഹവും നമുക്ക് ഈ ജീവിതത്തിൽ സാധിക്കണമെന്നില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക, അത് നേടാൻ ശ്രമിക്കുക. ആരെയും ഉപദ്രവിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ. അതുവഴി അപ്പം ആ ആഗ്രഹം സാധിച്ചതോടുകൂടി നമുക്ക് ആരും വിഷമിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിന് ശാന്ത, ഇല്ലെങ്കിൽ മനസ്സിന് ആ കുറ്റബോധം അവിടെ കിടക്കും. അപ്പോൾ അതാണ്. അപ്പോൾ അത് കഴിയുന്നത്ര ഈ ദ്രോഹിച്ചും ഇതും നേടി എന്തും നമുക്ക് ആ ആഗ്രഹം സഫലീകരിക്കില്ല.
അത് മനസ്സിലിങ്ങനെ നിൽക്കും. നമ്മൾ ഇനി ആ ആഗ്രഹത്തിൽ പോകുമ്പോൾ ആ കുറ്റബോധം മനസ്സിലിങ്ങനെ നിൽക്കും. അതൊരു മനസ്സിന് ആഗ്രഹം സാധിക്കുക എന്ന് വെച്ചാൽ മനസ്സിന് സംതൃപ്തി കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? മനസ്സിന് പൂർണ്ണമായി സംതൃപ്തി വേണമെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെയും ആയൊരു ദോഷവും ഒന്നും വരുത്താതെയുള്ളൊരു ആഗ്രഹ പൂർത്തീകരണമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വരും. പിന്നെ ആ ആഗ്രഹത്തിന് വേണ്ടി അങ്ങനെ ഓടില്ല. പക്ഷേ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അത് മനുഷ്യ സഹജമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആധ്യാത്മികതയിൽ പോലും ആഗ്രഹിച്ച നാശത്തിൻ്റെ കാരണമാണ് ആഗ്രഹങ്ങളെ കടിഞ്ഞാണിട്ടിട്ടും കാര്യമില്ല. കാരണം മനുഷ്യനാണ്. ഇന്നത്തെ മൂടായിരിക്കില്ല നാളത്തെ മൂഡ്. ഇന്നൊരു നമ്മൾ ആധ്യാത്മിക പ്രഭാഷണം കേട്ടിട്ട് നമ്മൾ ഫുൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും. 10 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പവർ കുറയും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ എന്താ പറയുക, വീണ്ടും നമ്മൾ ആധ്യാത്മിക ഇതൊക്കെ മറന്ന് വീണ്ടും അതിലേക്ക് പോകുക. അതാ പറഞ്ഞ് ആഗ്രഹം സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ചെയ്യുക. അങ്ങനെ എന്നിട്ട് അതിൽ ഫുൾ സംതൃപ്തി, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതോടുകൂടി എല്ലാ പ്രശ്നവും സോൾവ് ആവും. പിന്നെ അങ്ങനെ വരില്ല. പിന്നെ പല ഇത് വരുമ്പോൾ അത് ആഗ്രഹ പൂർത്തീകരണം സൂക്ഷിച്ച് ചെയ്യണം. അതാർക്കും നമുക്കും മറ്റവർക്കും ദോഷം ചെയ്യരുത്. പിന്നെ ആഗ്രഹങ്ങൾ പലതരത്തിലുണ്ട്. ചിലവർക്ക് പറ്റാത്ത ആഗ്രഹങ്ങൾ, ചിലർക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങൾ. നമ്മൾ പലതും പൈസ വേണം, അല്ലേ? നമുക്ക് വിലപ്പെട്ട് പല ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റെതായ വില കൊടുത്തിട്ട് വേണം നമുക്കത് വാങ്ങിക്കാൻ, അല്ലേ? അപ്പോൾ അത് നമുക്ക് സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് ആ കയ്യിൽ നിന്ന് അത്ര അതിന് വേണ്ടി അപ്പം എന്ത് ചെയ്യണം, നമ്മൾ പൈസ ഉണ്ടാക്കാൻ നോക്കി ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൈസ സമ്പാദിക്കുക നേരായ മാർഗത്തിലൂടെ. ഈ മോശമാർഗ്ഗം, ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും സാധിക്കുന്നത് ഷോർട്ട് കട്ടിലൂടെയാണ്. പെട്ടെന്ന് കാശുകാരനാവണം, എന്നിട്ട് വേണം പെട്ടെന്ന് ഈ വലിയ 5 സ്റ്റാർ ഹോട്ടലും അത് ഇതൊക്കെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. അത് ഭയങ്കര നാശത്തിന് അങ്ങനെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നാശത്തിലേക്ക് കിടക്കും. നിങ്ങളും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക കള്ളത്തരം വഴിയും, എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ആഗ്രഹം സാധിക്കും. തനിക്ക് വലിയ വീടും ബംഗ്ലാവും ഒക്കെ വാങ്ങിക്കൂ. എന്തിന്? അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ദിവസം അങ്ങ് പോവും. ഈ ആഗ്രഹം നമ്മൾ എന്തുണ്ടെങ്കിൽ അത് നേരായ മണ്ണിൽ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സംതൃപ്തി കിട്ടും. ഇപ്പോൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച നമ്മുടെ ബിൽഡിങ്ങും സ്വത്തുക്കളും പണമൊക്കെ ഉണ്ടെന്ന് കരുതാം. കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വത്തും പണവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളത് നല്ലപോലെ ആസ്വദിക്കും. ഒരു ടെൻഷനും ഇല്ലാതെ സമാധാനത്തോടു കൂടി ആ വീട്ടിൽ നമ്മൾ താമസിച്ച് എല്ലാം ആസ്വദിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ ഇനിയൊരു വലിയ വീട് നമ്മൾ ആഗ്രഹത്തിൽ ലിസ്റ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സമാധാനമൊക്കെ കിട്ടി. നേരെ മറിച്ച് നമ്മൾ നേരായ മാർഗത്തിലല്ലെങ്കിൽ മനസ്സമാധാനക്കേടുണ്ടോ, അത് മറക്കാൻ വേറൊരു തെറ്റ് ചെയ്യും. തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന് മനസ്സ് സംഘർഷഭരിതമായി ഒരു സമാധാനം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് അതാദ്യം വേണ്ടത് നേരായ മാർഗത്തിൽ. എല്ലാ ആഗ്രഹവും സാധിക്കണമെന്ന് നിർബന്ധവുമില്ല. എത്രയോ മനുഷ്യരുണ്ട് മര്യാദക്ക് ഫുഡ് പോലും കിട്ടാത്ത. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് വേണം നമുക്ക് ജീവിക്കാം. നമ്മളെക്കൊണ്ട് അധ്വാനിച്ച് നേടാൻ പറ്റുന്നത് നമ്മൾ നേടുക. അതിന് പറ്റുന്ന ആഗ്രഹങ്ങൾ സാധിക്കുക. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും രൂപപ്പെടുക. അല്ലാതെ അതിനു വേണ്ടി ഈ ലോകത്ത് ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ച് തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആർക്കും ഇപ്പം അമ്പാനി ചെയ്യുന്ന പോലെ നമുക്കെല്ലാം ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യകതയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയ ആഗ്രഹം നമ്മൾക്ക് നമ്മുടെ ഈ നിലയിൽ കിട്ടുന്ന ആഗ്രഹങ്ങളാണ് നമ്മൾ സാധിക്കാൻ നോക്കേണ്ടത്. ഭയങ്കര വലിയ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അത് നമ്മൾ മോശപ്പെട്ട വഴിയിലൂടെ നമ്മൾ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു ആത്മീയ ചിന്തയോ ഒരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ആത്മാവിനെ എങ്ങനെ, നമുക്ക് ലൈഫ് മൊത്തം പോയി. ആത്മാവിനെ തേടൽ അല്ലെങ്കിൽ ആത്മാവിനെ അന്വേഷണം എന്ന് ആധ്യാത്മികം എന്ന് പറയുന്നത് തന്നെ സമാധാനമുള്ളൊരു ജീവിതമാണ്. അപ്പോൾ സമാധാനമുള്ള ജീവിതം നയിക്കലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ആധ്യാത്മികതയിലേക്കും അത് നേടാൻ പറ്റൂ. പല മതപുരോഹിതന്മാരും പല ഗ്രന്ഥങ്ങളും പറയുന്നത് ആഗ്രഹമേ പാടില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഞാൻ അംഗീകരിക്കുന്നത്. കാരണം ആ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ബലം പിടിച്ചിട്ട് ഒതുക്കുന്നതായിരുന്നു. അങ്ങനെ പാടില്ല. ഫ്രീ ആയിട്ട് മനസ്സിനെ വിടണം. ആ ആഗ്രഹം പറ്റുന്ന ആഗ്രഹമാണെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ആർക്കും ദോഷമില്ലാത്ത നമ്മളായിട്ട് അധ്വാനിച്ച് നേടുന്ന ആഗ്രഹമാണെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ ആഗ്രഹങ്ങൾ ത്യജിക്കുന്നതിലൂടെ അല്ലേ ഈ മനസ്സിൻ്റെ ഈ ആത്മനിയന്ത്രണം
എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെയാണോ? നീ പല ആചാര്യന്മാരും കണ്ടാൽ തോന്നുന്നു അവർ പ്രസംഗിക്കുമ്പോൾ ആ ഒരു മൂഡിലായിരിക്കും, പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നുണ്ട് അവർ. അതാ പറഞ്ഞ മനുഷ്യന് ഒരേ മൂഡിൽ എല്ലാ ടൈമും നിൽക്കാൻ പറ്റില്ല. ഒരു 24 മണിക്കൂറുണ്ട്, പല ദിവസങ്ങളുണ്ട്. ഇന്ന് ആധ്യാത്മിക മൂഡിലാണെങ്കിൽ ചിലപ്പം നമുക്ക് അടുത്ത പല സാഹചര്യങ്ങളും മാറും. അപ്പോൾ ആഗ്രഹം കൺട്രോൾ ചെയ്ത് വെക്കുന്നത്, അത് അടിച്ചമർത്തുന്നത്, അത് അതിനെക്കാട്ടിയും വലിയ ഇതാണ്. അത് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. അതിനേടെ ഭേദം ആഗ്രഹം കുറച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കാര്യം. കൺട്രോളിലാണ് എല്ലാത്തിനും. ശരീരത്തിൻ്റെ തടി കൂട്ടുന്നതിനായാലും ശരി, എന്തിനും അമിതമായി സന്തോഷിക്കുന്ന, അമിതമായി ദുഃഖിക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ. തീരെ ദുഃഖിക്കാതിരിക്കാനും പറ്റില്ല, തീരെ സന്തോഷിക്കാതിരിക്കാനും പറ്റില്ല. മനുഷ്യനാണ് നമ്മൾ. ആധ്യാത്മികത്തിൽ പറയുന്ന മാതിരി എന്താ പറയുക, ചിരിക്കുമ്പോൾ ഒരു ഇതിൽ, ദുഃഖിക്കുമ്പോൾ അമിത ദുഃഖമായ അത് പറയുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി നമ്മൾ ഒരു ദുഃഖം വരുമ്പോൾ കരയാതിരിക്കരുതെന്നല്ല. അത്യാവശ്യത്തിന് കരച്ചിൽ വരും, കരയുന്നതിന് തെറ്റൊന്നുമില്ല, കരയുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മനസ്സിലേക്ക് എടുക്കരുത്. ജീവിതം എല്ലാം പോയി എന്ന് കരുതരുത്. അതൊരു ദുഃഖം ഉണ്ടാവും, ഇത് പോവും. സന്തോഷിക്കുമ്പം ഞാനിപ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ കോടീശ്വരനായി സന്തോഷവാനായി എന്ന് വിചാരിക്കരുത്. അമിതമായി ആഗ്രഹിക്കരുത്. അതാണ് അതിൽ പറയുന്നത്. അതേപോലെ ആഗ്രഹങ്ങൾ ആവാം, അമിതമായിട്ട് ആഗ്രഹിക്കരുത്, അമിതമായിട്ട് എൻ്റെ പിന്നാലെ പോകരുത്. എപ്പോഴും ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിൽ വീഴലാണ് അതുകൊണ്ടാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞതിലേക്ക് പോകരുത്. പക്ഷേ പോവും, മനുഷ്യനല്ലേ. അപ്പോൾ അതിനു മേലെ കുറച്ചും കൂടി ഒരു കൺട്രോൾ വരുത്താൻ ശ്രമിക്കുക. എന്തും അധികം ആവാരുത്. ഒരു മനസ്സിന് സംതൃപ്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുക. അതാണ്. നമസ്കാരം.